അതിൽ മെയിനായിട്ട് ബീഫ് സിമ്പിളായിട്ട് എങ്ങനെ കറി വെക്കാം എന്നുള്ളത് നോക്കാം. അതുപോലെ നിന്ന് നല്ല ബെൽറ്റ് ഫിഷ് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ബെൽറ്റ് ഫിഷിനെ തളാൻ അങ്ങനെയാണ് പറയാറ്. ചിലർ വാളാന്നും പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളവിടെ വാളാന്ന് പറയുന്ന മുള്ളുള്ളൊരു ടൈപ്പ് ഇതുപോലെ തന്നെ നീളത്തിലുള്ളൊരു ഫിഷ് ഉണ്ട്, അതിനെയാണ് വാളാന്ന് പറയാ. നമ്മളവിടെ ഈ ബെൽറ്റ് ഫിഷിനെ തളാന്നാണ് കേട്ടോ പറയാം. ഞാൻ കാണിച്ചു തരാം, നിങ്ങളവിടെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണത് കാണിച്ചു തരാം. പിന്നെ വാങ്ങിച്ചിട്ടുള്ള അയിലയാണ്. അയില നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ള ഒരു മീനാണ്. അത് പിന്നെ ഞാൻ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറി വയ്ക്കുക, പിന്നെ കുറച്ച് ഫ്രൈ ആക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതൊന്നൊക്കെയല്ല കേട്ടോ, അത് നമുക്ക് പിന്നെ ദിവസം കാണാം. ഇന്ന് ഞാൻ ജസ്റ്റ് ക്ലീനിങ് മാത്രം കാണിച്ചു തരാം കേട്ടോ. തളാൻ ക്ലീൻ ചെയ്യാൻ അതിനൊരു തളാൻ എന്ന് പറയുമ്പോൾ അതിനൊരു സ്കിന്നിലൊരു ചുണ്ണാമ്പ് പോലെ ഒരു ഇതുണ്ട്. അത് നമ്മൾ പണ്ടൊക്കെ കല്ലിലിട്ട് ഉറച്ചിട്ടാണ് കളയണ കണ്ടിട്ടുള്ളത്. പിന്നെ കത്തി കൊണ്ട് തന്നെ ആക്കി കഴിഞ്ഞാൽ അത് പോരുന്നുണ്ട്. പിന്നെ നന്നായി കല്ലുപ്പിട്ട് ചട്ടിയിലിട്ട് കഴുകി കഴിഞ്ഞാലും നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. മെയിനായിട്ട് ഇന്നത്തെ ലഞ്ച് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫുണ്ട്, പപ്പടം ഫ്രൈ, പിന്നെ ഒരു റൈത്ത. അത് കുക്കമ്പർ ആഡ് ചെയ്തിട്ടുള്ള റൈത്ത ആയിരിക്കും. പിന്നെ ഓൾറെഡി പപ്പടം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഫ്രൈ ചെയ്തത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തണുക്കാതിരുന്നോളും. ഇവിടെ ഞങ്ങൾക്ക് അധികം ഫ്രൈയും പരിപാടി കുറവാണ്, അതുകൊണ്ട് തന്നെ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ പപ്പടം വാങ്ങുന്ന ടൈമിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് മൊത്തത്തിൽ അതങ്ങ് വറുക്കും. പിന്നെ എന്തെങ്കിലും കാര്യത്തിന് ആ ഓയിൽ അപ്പം എടുക്കുകയാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ പിന്നെ അത് കളയും, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ എപ്പോഴെപ്പോഴും പപ്പടം വറുക്കാറില്ലേ, വറുക്കുമ്പോൾ ഒരുമിച്ച് വറുത്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും, ആവശ്യത്തിന് എടുക്കും, തണുക്കാതെ. അതുപോലെ കുറച്ച് റെഡ് ഗ്രേപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനെടുത്ത് കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് തളാൻ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കാം, കാരണം നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണമല്ലോ. എപ്പോഴും കടൽ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ കല്ലുപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ തളാൻ. അതുപോലെ ബെൽറ്റ് ഫിഷ്, പിന്നെന്താ വാള, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന മീനാണ്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഇതിന് മെയിനായിട്ട് ക്ലീൻ ചെയ്യാന്ന് പറയാൻ ഇതിൻ്റെ ഈ ഫിന്നും അതുപോലെ ഈ ചുണ്ണാമ്പ് പോലത്തെ ആ ഒരു ഇതുമാണ് ക്ലീൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഫിന്നിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് ഇത് പിടിച്ച് വലിച്ചാലും ഊരിപ്പോരും കേട്ടോ. എനിക്കതിലും കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് അറ്റം വരെ കൊണ്ടുപോകണതാണ്. അപ്പോൾ പെട്ടെന്ന് കഴിയും. ഇനി മീനിൻ്റെ രണ്ട് സൈഡിലുള്ള ഈ ഫിന്നുണ്ടല്ലോ, അതും കട്ട് ചെയ്ത് കളയാം. അത്ര തന്നെ ഉള്ളൂ. പുറമേ നമുക്ക് ക്ലീൻ ചെയ്യാൻ. പിന്നെ ഈ ചുണ്ണാമ്പ് പോലെ കാണുന്നതാണ് ഉരച്ച് കളയാനുള്ളത്. പിന്നെ ക്ലീൻ ചെയ്യാനുള്ളത് തലയാണ്. തലയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ല് അത്യാവശ്യം ഷാർപ്പാട്ടോ. കൈമ തട്ടിക്കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും. ഈ ചുണ്ണാമ്പ് പോലുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, അത് കളയാൻ ഇങ്ങനെ കത്തി കൊണ്ട് ഉരച്ചു കൊടുത്താൽ തന്നെ അത് പോരും കേട്ടോ. കണ്ടോ കത്തിമ പോരുന്നത്. അതുപോലെ ലാസ്റ്റ് നമ്മൾ ഉപ്പിട്ട് ഉരച്ച് കഴുകുമ്പോഴും ബാക്കി പൊക്കോളും. അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് കത്തി കൊണ്ട് തന്നെ ഇങ്ങനെ വടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ തലയെടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, ഇതിൻ്റെ ഈ പല്ല് ഭയങ്കര ഷാർപ്പാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയട്ടോ. കണ്ടോ നല്ല വലിയ ഷാർപ്പായിട്ടുള്ള പല്ല. ഇത് കൈമ കയറി കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വേദന ഉണ്ടാവും. അനുഭവം വെച്ചിട്ടാണ് പറയണേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക കേട്ടോ ക്ലീൻ ചെയ്യുമ്പോൾ. ആ പല്ലിൻ്റെ ആ ഭാഗം കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയട്ടോ. കുറച്ച് ഒന്ന് ഹാർഡാണ്, കുറച്ചൊന്ന് നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരും കേട്ടോ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കിട്ടാൻ. അത് കഴിഞ്ഞാൽ പിന്നെ തലയുടെ ഉൾഭാഗം ക്ലീൻ ചെയ്തെടുക്കുക. ഇതിൽ ചില സമയത്ത് പലിഞ്ഞീനുണ്ടാവും കേട്ടോ, ചിലപ്പോൾ നമുക്ക് പലിഞ്ഞീനുണ്ടാവും, നോക്കി വെക്കാം. അപ്പോൾ തലയുടെ ഈ ഭാഗം കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി കട്ട് ചെയ്തെടുത്താൽ മതി. തല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും അത്യാവശ്യം എന്ന് പറയാൻ അധികം ഫ്ലഷൊന്നും ഇതും ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അപ്പോൾ അതാ നമുക്ക് മീനിൽ പലിഞ്ഞീനുണ്ട് കേട്ടോ. ചെറിയ ഒരു പലിഞ്ഞീനാണ്. ചില അത്യാവശ്യം വലിയ മീനിലാണെങ്കിൽ
വലിപ്പമുള്ള പഞ്ഞീൻ ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എല്ലാതും ചെറിയ പീസുകളായിട്ട് മീഡിയം പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മീൻ നന്നായി ഉരച്ച് കഴുകുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ മീൻ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നത് കറി വയ്ക്കാത്ത കാരണം നമുക്കത് ഫ്രീസറിൽ വയ്ക്കാം. ഒരു കണ്ടെയ്നറിലേക്ക് ഈ മീൻ ഇട്ടിട്ട് അത് നിറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് ഫ്രീസ് ചെയ്താൽ മതി. ആവശ്യത്തിന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അതുപോലെ നല്ല ഫ്രഷ് അയിലേ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ക്ലീനിങ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കേട്ടോ. ഇതും ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാം. ഇനി മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു 3-4 ദിവസത്തേക്ക് ഒരുമിച്ചുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യാറ്. അതായത് ഒരുമിച്ച് പരത്തി ഹാഫ് കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് ചൂടാക്കി എടുത്താൽ മതി. ആ സമയത്തായാലും നല്ല പഫായിട്ട് വരികയും ചെയ്യും കേട്ടോ ചപ്പാത്തി. അപ്പോൾ ഈ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറയൂ, ഞാൻ റെസിപ്പി പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചപ്പാത്തി പരത്തിയെടുക്കുന്നത്. നമുക്കൊരു 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 4 ദിവസത്തേക്ക് എത്രയാണോ വേണ്ടത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ 2 സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. ഒരുപാട് വേവിക്കാൻ നിൽക്കില്ല, ജസ്റ്റ് 2 സൈഡും ഒന്ന് ചൂടായി. അതായത് നമുക്ക് ചപ്പാത്തി ചൂടാകുമ്പോൾ കളറ് മാറുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഒന്ന് മറിച്ചിടുക. അത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. ഇതുപോലെ ഹാഫ് കുക്ക് ചെയ്ത ചപ്പാത്തി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലോ അങ്ങനെ വെച്ചിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ കണ്ടെയ്നറിലാണെങ്കിൽ നല്ല എയർ ടൈറ്റായിട്ട് മൂടി വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് എടുത്തിട്ട് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഇതുപോലെ കുക്ക് ചെയ്യണ സമയത്ത് നല്ല പഫ്ഡ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ, പോസ്റ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് കേട്ടോ. അതുകൊണ്ട് ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്കും ഇതിഷ്ടാവും. ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ കട്ട് ചെയ്തെടുക്കാം. ബീഫാണ് ഞാൻ എടുത്തേക്കണേ. അതിലേക്ക് 3 ചെറിയ ടൈപ്പ് 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിന്നെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ചൈനീസ് വെളുത്തുള്ളിയാണ്. അതിനധികം ഫ്ലേവർ ഇല്ലാത്ത കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം കൂടുതലിടും. അപ്പോൾ 7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഒനിയൻ നമുക്ക് ചെറിയ സ്ലൈസസ് ആയി കട്ട് ചെയ്തെടുക്കാം. ബാക്കി എല്ലാതും ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അപ്പോൾ സവാള ഗിരിഗിരിയുടെ ടൈമാട്ടോ. തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടുകയും ചെയ്യും. നല്ല ഷാർപ്പായിട്ടുള്ള നൈഫാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തിൻ സ്ലൈസസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ അധികം പണിയില്ല. ഈ ക്ലീനിങ്ങും കട്ടിങ്ങുമാണ് നമുക്ക് മെയിനായിട്ട് അതിലുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിവിടെ ഒരു തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത്. അത് സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് ഞാൻ വാഷ് ചെയ്തിട്ട് നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 കിലോ മീറ്റും ബാക്കി കുറച്ച് ലിവറും പിന്നെ കുറച്ച് എല്ലിൻ്റെ പീസും ഉണ്ടാവും കേട്ടോ. എല്ലിൻ്റെ പീസ് ഉണ്ടെങ്കിലാണ് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ടോട്ടൽ ഒരു 3/4 കിലോ ബീഫ് ഉണ്ടാവും ടോട്ടലെല്ലാം കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം. ഇനി അപ്പോൾ ഒരു പാൻ ചൂടാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചൂടാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നത്. കാരണം ഞാൻ 3 പച്ചമുളക് ഓൾറെഡി ചേർക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് കുരുമുളകും കൂടി ഇടുമ്പോൾ എരിവ് കറക്റ്റാവും. അപ്പോൾ 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂൺ ഇടുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും കാശ്മീരി മുളക് പൊടി ഇടും. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്ക് എത്രയാണോ കറിക്ക് കളർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്യുക. പാൻ നല്ല ചൂടാവാതെ വേണം കേട്ടോ അത് റോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് ചേഞ്ചായി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. കളറ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതുപോലെ നല്ലൊരു റോസ്റ്റായ സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിത് നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഓൾറെഡി നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ട് ഞാനത് ബീഫ് നേരത്തെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുക്കറിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കട്ട് ചെയ്ത് വെച്ച സവോളയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതായത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി പച്ചമണം പോണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സവോള മൂത്ത മണം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു തക്കാളിയാണ്, ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ്. ഇനിയിപ്പോൾ തക്കാളിക്ക് പുളി കുറവാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ബീഫ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. തക്കാളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ് നമ്മുടെ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതോടൊപ്പം കുറച്ച് കറിവേപ്പില, അതുപോലെ പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഞാനെടുത്ത തക്കാളി അധികം പഴുക്കാത്ത കാരണം പുളി കുറവാണ്, അതുകൊണ്ട് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്, പക്ഷേ നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഒരു തവി കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീഫ് വേവാനുള്ള വെള്ളം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാം. എനിക്കിവിടെ 3 വിസിലാണ് വേണ്ടി വന്നത് ബീഫ് വേവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചൊന്ന് തിക്കാക്കണമെങ്കിൽ നമുക്ക് വറ്റിച്ചു കൊടുക്കാം. അതോടൊപ്പം ലാസ്റ്റ് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ സ്ലിറ്റ് ചെയ്ത പച്ചമുളക് ഞാൻ 2 ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യണ സമയത്ത് കേട്ടോ. അപ്പോൾ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഇത്രേ ഉള്ളൂ കേട്ടോ, ബീഫ് കറി റെഡിയായി. ഇനി നമുക്ക് ലഞ്ച് വിളമ്പാം. അപ്പോൾ ആവശ്യത്തിന് ചോറെടുക്കാം. അതുപോലെ തലേദിവസത്തെ തേങ്ങ അരച്ച് വെച്ച ആവോലിക്കറി ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ പ്ലേറ്റിൻ്റെ ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. നല്ല പുളിയും എരിവൊക്കെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുക്കുംബർ സാലഡ്. എപ്പോഴും തൈര് കഴിക്കുന്നത് നല്ലതാണ് ലഞ്ചിൻ്റെ കൂടെ. തൈര് മിക്കതും ഒരുപാട് പേര് ഡെയിലി കഴിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സലാഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഡിഷ്, അതായത് ബീഫ് അത്യാവശ്യം നന്നായിരുന്നു കുറുകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലാസ്റ്റ് ആ ചേർത്ത കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ സ്മെല്ല് നല്ലോണം ബീഫ് കറിയിലുണ്ട് കേട്ടോ. ഇനി ഒരു പപ്പടം കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ച് എല്ലാ ഐറ്റംസും നമ്മൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മതി. കുറച്ച് മീൻകറി, തൈരും കൂടി ഫസ്റ്റ് വെച്ച് നോക്കട്ടെ. ഇത് ഇന്നലെ വെച്ച മീൻകറി ആയതുകൊണ്ട് നല്ല ഉപ്പും കൂടിയൊക്കെ പിടിച്ച് അടിപൊളി കേട്ടോ. അടിപൊളി കുടംപുളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച ആവൂലിക്കറിയാണ്. അപ്പം ഇന്നത്തെ കറി ആവുമ്പോൾ അറിയാമല്ലോ, ടേസ്റ്റ് കുറച്ച് കൂടും. മീൻകറിയും പപ്പടവും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ ബീഫായാലും കറി വെച്ച് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്തിട്ട് കഴിക്കണമായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ്. കുറച്ചൊന്നും ഇരിക്കുമ്പോൾ ആ ഗ്രേവിക്ക് ഒന്നും കൂടെ തിക്നെസ് ആവും കേട്ടോ. ബീഫ് എല്ലിൽ നിന്നൊക്കെ വിട്ടു പോകുന്ന നിൽക്കുന്നുണ്ട് കേട്ടോ. നന്നായി വെന്തുണ്ട്.
വ്ളോഗിൽ കാണിച്ച ബീഫ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് തിരക്ക് പിടിച്ച ടൈമിലൊക്കെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നമുക്ക് സവാള വാട്ടേണ്ട ആ ഒരു ടൈം മാത്രമേ ഇതിനാവശ്യമുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ മസാല മാത്രം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പച്ചയ്ക്ക് തന്നെ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായി തിരുമ്മി വെച്ച് കുറച്ച് നേരം വെച്ചിട്ടായാലും ഈ ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ബെൽറ്റ് ഫിഷിൻ്റെ ക്ലീനിങ്ങും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഫിഷ് ക്ലീനിങ് ഒക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫിഷ് കിട്ടുമ്പോൾ അതിൻ്റെ ക്ലീനിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.